അമ്മയെ ഒരുപാട് വിളിച്ചു നോക്കിയിട്ടും ഉണരുന്നില്ല എന്ന് മക്കൾ അയൽവീട്ടിൽ ചെന്ന് പറഞ്ഞതോടെയാണ് അയൽക്കാർ വിവരമറിയുന്നത്. പക്ഷേ അയൽക്കാർ ചെന്ന് നോക്കിയപ്പോഴേക്കും മണലൂർ തൃക്കുന്ന് സ്വദേശിനിയായ പുത്തൻപുരയ്ക്കൽ സലീഷിന്റെ ഭാര്യ 35-കാരിയായ നിഷമോൾ മരിച്ചിരുന്നു. മണലൂർ ഗവൺമെന്റ് ITI റോഡിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന നിഷയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയോടെയാണ് മുറിയിൽ കിടക്കയിൽ നിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികൾ അടുത്ത വീട്ടിൽ ചെന്ന് അമ്മ ഉണരുന്നില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാരെത്തി നോക്കിയപ്പോഴാണ് മരിച്ച വിവരം പുറത്തുവരുന്നത്. അന്തിക്കാട് പോലീസ് എത്തി നിഷയുടെ ഭർത്താവ് സലീഷിനെ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം പറയാനാകൂവെന്ന് പോലീസ് വ്യക്തമാക്കി. സലീഷ് വരാതിരുന്നതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. 1.5 വർഷമായി ITI റോഡിലാണ് വാടക വീട്ടിൽ ഇവർ താമസിക്കുന്നത്. കാഞ്ഞാണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ 1.5 വർഷത്തിലേറെയായി സെയിൽസ് ജോലി ചെയ്തിരുന്ന നിഷ 2 ദിവസമായി അവധിയിലായിരുന്നു. ചാലക്കുടി സ്വദേശിനിയായ നിഷ നേരത്തെ വിവാഹിതയായിരുന്നു. അസുഖം മൂലം ആദ്യ ഭർത്താവും മരിച്ചു. തുടർന്നാണ് നിഷയും സലീഷും വിവാഹിതരായത്. നിഷയുടെ ആദ്യ ഭർത്താവിലുള്ള 2 കുട്ടികളാണ് ഇവരോടൊപ്പം താമസിക്കുന്നത്. സലീഷുമായുള്ള ബന്ധത്തിൽ ഇവർക്ക് മക്കളില്ല. നിഷയെ സലീഷ് മർദ്ദിക്കാറുണ്ടെന്നും പോലീസിൽ നേരത്തെ പലതവണ പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വൈഗയും വേദയുമാണ് നിഷയുടെ മക്കൾ.